അൾട്ടിമേറ്റ് CS2ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 11ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 അഡ്വാൻറ്റേജസ് അറിയാം. എക്കണോമിക്കലാണ്, നമുക്ക് കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് വഴി പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. റിലയബിൾ ആണ്, ഒരു നോഡ് പോയാലും ബാക്കി നോഡുകളുള്ള കാരണം നമുക്ക് കറക്റ്റായിട്ട് വർക്കിംഗ് അവിടെ എൻറ്റർ ചെയ്യാൻ പറ്റും. സ്കെയിലബിൾ ആണ്, നമുക്ക് നമ്പർ ഓഫ് നോഡ്സ് വേണമെങ്കിൽ നമുക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് കൂട്ടാനോ കുറയ്ക്കാനൊക്കെ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ്. കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബയോമെട്രിക്സും അതുപോലെ റോബോട്ടിക്സാണ് എഴുതിയിട്ടുള്ളത്. ബയോമെട്രിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ മെഷർമെൻ്റ് ആണ് ഇതിലെടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആവാം, ഫേസ് റെക്കഗ്നിഷൻ ആവാം, അങ്ങനെയുള്ളത് തന്നെയാണ് ബയോമെട്രിക്കിൽ വരുന്നത്. റോബോട്ടിക്സ് എന്ന് പറയുകയാണെങ്കിൽ റോബോട്ടുകളുടെ ഡിസൈന്, അതിൻ്റെ സ്റ്റഡി, ഇതൊക്കെയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കമ്പയർ സീരിയൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് പാരലൽ കമ്പ്യൂട്ടിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരു സിംഗിൾ പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ മൾട്ടിപ്പിൾ പ്രൊസസ്സർ വിത്ത് ഷെയർഡ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഈ സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ നമ്മുടെ പ്രോബ്ലംസിനെ ഡിസ്ക്രീറ്റ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് കൺകറൻ്റ് ആയിട്ട് അറ്റ് എ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അതിൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് സീക്വൻഷ്യൽ ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഡിഫറെൻറ്റ് പ്രൊസസ്സേഴ്സിൽ നിന്ന് നമ്മൾ എക്സിക്യൂഷൻ നടത്തുന്നത്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ അറ്റ് എ ടൈം നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് പാരലായിട്ട് മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം കുറേയധികം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സീരിയൽ കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, റൈറ്റ് എനി 2 സർവീസസ് ഓഫേർഡ് ബൈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സർവീസുകൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു റിമോട്ട് മെഷീനിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടിംഗ് റിസോഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്, നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നത് തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിലിന് എക്സാമ്പിളാണ് ഞാൻ ഇത് കൊടുക്കുന്ന സർവീസുകൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ സർവീസായിട്ട് കൊടുക്കുന്നതാണ് സാസ് എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സാസ് പ്രൊവൈഡേഴ്സ് യൂസേഴ്സിന് റിസോഴ്സസും ആപ്ലിക്കേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, നമുക്കത് ചെയ്യാനുള്ള ഒരു ബേസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് IaaS എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ, അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, ഇതൊക്കെയാണ് അവരതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൗഡ് സർവീസസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മീൻ ബൈ GIS, ഗിവ് 1 എക്സാമ്പിൾ. ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് GIS എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള സർഫസിൻ്റെ പൊസിഷൻ അത് അതിന് റിലേറ്റ് ചെയ്തിട്ട് ഡാറ്റ ക്യാപ്ചർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് GIS എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ, സോയിൽ മാപ്പിങ്ങിൽ, ഫോറസ്റ്റ് മാപ്പിങ്ങിലൊക്കെയാണ് ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ANN എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കമ്പ്യൂട്ടറിന്, ഒരു മെഷീനിനെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതായത് പാറ്റേൺ റെക്കഗ്നിഷൻ, അത് പെർസെപ്ഷൻ, ബോഡി മൂവ്മെൻറ്റ്സ്, അതൊക്കെ ചെയ്യിക്കാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ലേൺ ചെയ്യാനുള്ള കഴിവ്, മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവ്, ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെയുള്ള കഴിവുകൾ കൊണ്ടുവരുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് പോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ട്രൈ ആണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ഇൻ വിച്ച് എ പ്രോബ്ലം ഈസ് ബ്രോക്കൺ ഇൻ ടു പീസസ് ആൻഡ് സോൾവ് കൺകറൻ്റ്ലി ഈസ് കോൾഡ് ഡാഷ്. നമുക്ക് പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷനിലും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷനിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ആൻസർ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ കൺകറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് പ്രോബ്ലംസിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് പാരലൽ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് ആൻസർ ചെയ്ത്. എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. പിന്നെ അഡ്വാൻറ്റേജസ് നോക്കുക: റെഡ്യൂസ്ഡ് കോസ്റ്റ്, സ്കെയിലബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി, റിലയബിലിറ്റി, മെയിൻ്റെനൻസ് ആൻഡ് മൊബൈൽ ആക്സസബിൾ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. റിമോട്ട് മെഷീനിലുള്ള റിസോഴ്സിനെയാണ് നമ്മളിതിൽ ആക്സസ് ചെയ്യുന്നത്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ആക്സസ് ചെയ്യുന്നത്.
അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. നമ്മൾ പബ്ലിക്കലിയുള്ള ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതും പബ്ലിക് പ്ലേസിലാണ് അവിടെ നിന്ന് റിട്രീവ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ ക്ലൗഡ് സർവീസുകളും ഒരേ ടൈപ്പ് റൂൾസും റെഗുലേഷൻസ് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് അതിന് ഇതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. NLP ഈസ് ഡാഷ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതിൽ വന്നിട്ടുള്ള ഷോർട്ട് ഫോംസിൻ്റെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ളതും പഠിച്ചു വയ്ക്കണം. ഡിഫൈൻ റോബോട്ടിക്സ്. ഇറ്റ്സ് എ സയൻറ്റിഫിക് സ്റ്റഡി അസോസിയേറ്റഡ് വിത്ത് ഡിസൈൻ, ഫാബ്രിക്കേഷൻ, തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് റോബോട്ട്സ്. റോബോട്ട്സിൻ്റെ ആപ്ലിക്കേഷനും അതിനെ പറ്റിയുള്ള തിയറിയും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്, അതിനെ പറ്റിയുള്ള പഠനമാണ് റോബോട്ടിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗീവ് 3 അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് ലാർജ് പ്രോബ്ലംസിനെ പെട്ടെന്ന് തന്നെ ഷോർട്ട് ടൈമിൽ സോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർസിനെ യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിനുണ്ട്. അതുപോലെ തന്നെ സ്കെയിലബിൾ ആണ്, നമുക്ക് കമ്പ്യൂട്ടിംഗ് പവർ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ സ്ലോവർ ആയതുകൊണ്ട് പ്രോസസ്സിംഗ് സ്പീഡിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈസൻസിങ് ഇഷ്യൂസ്, ഡിഫറെൻറ്റ് സെർവേഴ്സും കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ലൈസൻസിങ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൽ കൂടുതലാണ്. ഇതാണ് 2 ഡ്രോബാക്ക് എന്ന് പറയുന്നത്. വൈഡ്ലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. ലിനക്സ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഡിസ്കസ് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്, ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ആദ്യം ഗ്രിഡ് കമ്പ്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, അതിന് ലാർജ് കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ഷോർട്ട് ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സിസ്റ്റിംഗ് ഹാർഡ്വെയറിനെ ബെറ്റർ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന് പറ്റും. സ്കെയിലബിൾ ആണ്. ഇനി ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിൽ വരികയാണെങ്കിൽ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, അതായത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ അവൈലബിലിറ്റി, അതായത് ഒരു മോഡ് പോയാലും അല്ലെങ്കിൽ സിസ്റ്റം ഫെയിൽ ആയാലും നമുക്ക് ആ ഫുൾ പ്രോസസ്സിംഗ് പവർ നമുക്ക് അവിടെ കിട്ടുന്നതാണ്. സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് പുതിയ നോഡ്സ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് സേവിംഗ് ആണ്, റിലയബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ മെത്തേഡ്സ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിന് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ്, ഷോർട്ട് ഫോം തന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ഫോംസ് പഠിച്ചു വെച്ചിരിക്കണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്